ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുമ്പോൾ എത്ര ഗ്രാഫ്റ്റ് വെച്ചെന്നോ എത്ര ഡെൻസിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നല്ലൊരു ഹെയർ ലൈൻ ഓൾസോ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പം സക്സസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ക്ലയന്റിന്റെ ഹെയർ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. മെയിൻ ആയിട്ട് ആ ഒരു ഫേസിനെ ആപ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ലൈൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചും നമ്മൾ ഹെയർ ലൈൻ മോഡിഫൈ ചെയ്യാറുണ്ട്. ഇപ്പം കൂടുതൽ ഗ്രാഫ്റ്റ് നമുക്ക് ബാക്കിലോട്ടും കൂടെ പേഷ്യൻസിന് വെക്കണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മേളിലോട്ട് കയറ്റിയായിരിക്കും നമ്മൾ ഹെയർ ലൈൻ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പഴയ ഹെയർ ലൈൻ തന്നെ റിക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഹെയർ ലൈൻ ചൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് പ്രൊഫൈല് ഫേസ് പ്രൊഫൈല് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പഴയ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി നമ്മൾ റെഫർ ചെയ്തിട്ട് ആ ഒരു ഹെയർ ലൈൻ പഴയത് തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നാച്ചുറൽ ഫീലിംഗും കിട്ടും, പേഷ്യന്റ് കുറച്ചുകൂടെ സാറ്റിസ്ഫൈ ആവാനുള്ള ചാൻസും കൂടുതലാണ്.